കേരളത്തിലെ മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല കൃത്യമായി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും കളഞ്ഞ് അതൊക്കെ നഷ്ടപ്പെട്ട് ഇത്രമേൽ ഇളിഭ്യനായി മാറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയത്. ഇപ്പൊ രമേശ് ചെന്നിത്തലക്ക് കാര്യങ്ങളൊന്നും കൃത്യമായി മനസ്സിലാകുന്നില്ല എന്ന് ഞങ്ങൾക്ക് ധാരണയുണ്ട്. അതിന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ SFIയെ നിരോധിക്കണം എന്നായിരുന്നു. SFIയെ നിരോധിക്കണമെന്ന ആവശ്യം 1970 ഞങ്ങൾ രൂപീകരിക്കപ്പെട്ട ഘട്ടം തൊട്ട് ഇവർ പറയുന്നതാണ്. അടിയന്തരാവസ്ഥയിൽ ഞങ്ങളെ നേരിട്ടിട്ടുണ്ട്. അടിയന്തരാവസ്ഥയിൽ മിസ തടവുകാരനായി ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ അന്ന് ജയിലിൽ കിടന്നിട്ടുണ്ട് 2 വർഷത്തിനടുത്തോളം. എത്ര സഖാക്കളെ ഞങ്ങൾക്ക് അന്ന് നഷ്ടപ്പെട്ടു. അടിയന്തരാവസ്ഥ കാലത്താണ് ഞങ്ങൾക്ക് രക്തസാക്ഷികളെ, ഞങ്ങളുടെ സഖാക്കളെ കൊലപ്പെടുത്താൻ വേണ്ടി അവർ പോലീസിനെ വരെ പറഞ്ഞയച്ച് കൊലപ്പെടുത്തിയിട്ടുള്ളത്. എത്ര ഘട്ടങ്ങളിൽ, ഏതൊക്കെ ഘട്ടങ്ങളിൽ ഞങ്ങളെ ഇവർ വേട്ടയാടി. അപ്പോൾ ഇവർക്കിന്ന് വേണ്ടത് SFIയുടെ തകർച്ചയും അതിന്റെ പതർച്ചയുമാണ്. ആ പതർച്ചയും തകർച്ചയ്ക്കും ഒരു ഘട്ടത്തിൽ പോലും, ഏത് ഘട്ടത്തിലും ഞങ്ങൾ അതിനെ പ്രതിരോധിക്കും. ലഹരി മാഫിയ സംഘങ്ങളെ, ഞങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അധമ വലതുപക്ഷത്തിന്റെ അക്രമങ്ങളെ ഏത് ഘട്ടത്തിലും ഞങ്ങൾ പ്രതിരോധിക്കും, അതിനെ ചെറുത്തു തോൽപ്പിക്കും. ഇപ്പൊ ഈ വാർത്തകൾ മുഴുവൻ നോക്കിയാൽ ഇന്ന് കേരളത്തിലെ 3 മന്ത്രിമാർ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പ്രതികരിച്ചു. ഒന്ന് സഖാവ് P രാജീവ്, മുഹമ്മദ് റിയാസ്, MP രാജേഷ്. ഇതിനൊരു കൂട്ടായ പരിശ്രമത്തിൽ മറികടക്കേണ്ടതും ഇതൊരു സാമൂഹ്യ വിപത്താണെന്നും കൃത്യമായി അഭിസംബോധന ചെയ്തു. അവർ ഒരു ഘട്ടത്തിലും ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയുടെ മുഖത്തേക്ക് കരിവാരി തേച്ച് അതിനെ ഒരു പ്രശ്നമാക്കി ഉയർത്തി കാണിക്കാൻ ശ്രമിച്ചിട്ടില്ല. യഥാർത്ഥ വിഷയത്തിൽ നിന്നുകൊണ്ട് കാര്യം പറഞ്ഞു. ഇവിടെ യഥാർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള വാദപ്രതിവാദങ്ങൾക്കാണ് പോകുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ 3 KSU നേതാക്കന്മാർ ഇപ്പോൾ ജയിലിലാണ്. 3 KSU നേതാക്കന്മാർ. അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയിട്ടില്ലല്ലോ. 3 KSU നേതാക്കന്മാർ ജയിലിലായിട്ടും ഒരക്ഷരം മിണ്ടിയിട്ടില്ല. കേരളത്തിൽ തെറ്റായ ചർച്ച സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ആ ഘട്ടത്തിലും ഈ മന്ത്രിമാരെന്തു പറഞ്ഞു? കൂട്ടായ പരിശ്രമത്തിൽ ഇതിനെ മറികടക്കാൻ കഴിയണം, ഇതൊരു സാമൂഹ്യ വിപത്താണ്. ഞങ്ങളും ആദ്യഘട്ടത്തിൽ തന്നെ കൃത്യമായി പറഞ്ഞു. എന്നാൽ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ടും ഇത് തിരിച്ചറിഞ്ഞാണ് മാധ്യമങ്ങൾ ഇടപെടുന്നത് ഞങ്ങൾക്ക് ധാരണയുണ്ട്. ഇനി KSU എന്ന് പറഞ്ഞാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇന്നിപ്പോൾ അറസ്റ്റിലായിരിക്കുന്നവർ മുൻ വിദ്യാർത്ഥികളുമാണ് എന്ന് കൃത്യമായി എഴുതി ചേർത്തത്. നിങ്ങളോടൊക്കെ ഞങ്ങൾക്കുള്ള അങ്ങേയറ്റ പ്രതിഷേധം എന്നുള്ളത് VD സതീശൻ പറയുന്നതെല്ലാം കേട്ട് അതുപോലെ തിരികെ വരേണ്ടി വന്നവരായി തീർന്നല്ലോ കേരളത്തിലെ മാധ്യമങ്ങൾ എന്നുള്ളതാണ്. ഒരു ചോദ്യം ചോദിക്കാൻ പോലും നിങ്ങൾ തയ്യാറായിട്ടില്ല. ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ചോദ്യം ചോദിച്ചവരെ നിശബ്ദരാക്കുന്ന ആ പ്രവണതയെ നിങ്ങൾക്ക് ഒരിക്കലും ചെറുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ പോറ്റി വളർത്തിയ പ്രസ്ഥാനമൊന്നുമല്ല SFI. അത് ഞങ്ങൾക്ക് ആവശ്യവുമില്ല. പക്ഷെ സത്യം പറയാൻ നിങ്ങൾ തയ്യാറാണ്. ആ സത്യം പറയാത്തത് കൊണ്ട് തന്നെ അങ്ങേയറ്റ പ്രതിഷേധം ഞങ്ങൾ അതിൽ സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം ലഹരിക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഏഷ്യാനെറ്റ് ആവട്ടെ, 24 ആവട്ടെ, മാതൃഭൂമി ആവട്ടെ, റിപ്പോർട്ടർ ആവട്ടെ, ഇവിടെ ഇരിക്കുന്ന സകലമാന മാധ്യമങ്ങളും ആവട്ടെ, അവരെല്ലാം ആ നിലയിലാണ് ഇന്നിപ്പോൾ ഇടപെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ കൃത്യമായി ഒരു രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾക്ക് തുടക്കം കുറിച്ചത് മാധ്യമങ്ങളും കോൺഗ്രസിന്റെ നേതാക്കന്മാരും. ഇന്നലെ രാവിലെ 8 മണി തൊട്ട് മാധ്യമങ്ങളും കോൺഗ്രസിന്റെ നേതാക്കന്മാരും തുടങ്ങിയത്. പിന്നീട് നിങ്ങൾ കാര്യങ്ങൾ മാറ്റി. അപ്പൊ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉത്തരം പറയാൻ കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറാവണം. ഒരു വിദ്യാർത്ഥി സംഘടനയെ ഇങ്ങനെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് എന്താണ് ഇത്രമേൽ ആഹ്ലാദവും ഉന്മാദവും നൽകുന്നത് എന്ന് ഞങ്ങൾക്കറിയണം. പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയെ, ഒരു ഘട്ടത്തിലും അത്തരം ഒരു നിലപാടില്ലാത്ത ഒരു സംഘടനയെ ഏത് ഘട്ടത്തിലാണ് ഇങ്ങനെ വേട്ടയാടാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ തുടിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകാതെ പോകുന്നില്ല. ആ മൂലധന താല്പര്യങ്ങളെയും നിക്ഷിപ്ത താല്പര്യങ്ങളും ഒക്കെ ഞങ്ങൾ തിരിച്ചറിയുന്നു. പക്ഷേ ഈ തെറ്റായ വാർത്തകൾ ഇനിയും പ്രചരിപ്പിക്കാമെന്ന് കരുതിയേക്കരുത്. ഞങ്ങളാൽ കഴിയും വിധം ഞങ്ങൾ അത് പ്രതിരോധിക്കും. ഒരു ലഹരി മാഫിയ സംഘത്തിനും കേരളത്തിലെ ക്യാമ്പസിൽ സ്ഥാനമുണ്ടാവില്ല. ഏത് നേതാവട്ടെ, ഏത് വലതോ ഏത് വർഗീയവാദിയോ ആവട്ടെ, ഞങ്ങൾ നേരിടും. അതിലൊരു സംശയവും ഉണ്ടാവില്ല. ഞങ്ങൾ ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകും. ഞങ്ങൾക്കൊരു സംശയമില്ല. അതുകൊണ്ട് ഈ നിലയിൽ വാർത്തകൾ ഇനിയും പടച്ചുവിടാൻ തയ്യാറാവുന്നതിന് മുമ്പ് നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങൾ നടത്തുന്നത് ഒരു തെറ്റായ പ്രചരണമാണെന്നും ഇതൊരു ദൂരവ്യാപകമായിട്ടുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുമെന്നും കേരളത്തിലെ ഒരുപാട് വീടുകളിലിരുന്ന് SFIയിൽ പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ ഇതൊക്കെ കാണുന്നുണ്ട്. അവരുടെ കൂടി വിശ്വാസമാണ് SFIയുടെ വിശ്വാസം. നിങ്ങൾ തിരിച്ചറിയണം. ആ വിശ്വാസത്തെ തകർക്കാൻ
ഏത് സുനിൽ കനകോലു പറയുന്ന ടാക്ടിക്സ് ഉപയോഗിച്ച് നിങ്ങൾ ഇനി എത്ര വാർത്ത കൊടുത്താലും കഴിയില്ല. ഞങ്ങളുടെ പ്രവർത്തനത്തിലും ഞങ്ങളുടെ പോരാട്ടത്തിലും വളർന്നു വന്നതാണ് ഞങ്ങളുടെ സംഘടന. ഞങ്ങളുടെ വിയർപ്പും ചോരയും ഒരുപാട് മനുഷ്യരുടെ ജീവനും അതിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങളുടെ വാർത്തകളുടെ അവസാനത്തെ ടാഗ് ലൈനിൽ കെട്ടിയിടാമെന്ന് കരുതരുത്. ഈ വാർത്തകൾ തന്നെ നോക്കൂ. ഈ ഇന്നത്തെ ദിനപത്രം വായിച്ച ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഇമ്പാക്ട് എന്തായിരിക്കും? എത്ര കള്ളമാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്? മുഴുവൻ കള്ളമല്ലേ? അതുകൊണ്ട് തന്നെ ആ നിലയിൽ ഇന്നിപ്പോ മാധ്യമങ്ങൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചരണം അവസാനിപ്പിക്കണം. ആ പ്രചരണം അവസാനിപ്പിച്ച് കോൺഗ്രസ് നേതാക്കന്മാരോട് ഒരു ചോദ്യമെങ്കിലും തിരികെ ചോദിക്കാൻ ഒരു ധൈര്യം നിങ്ങൾ കാണിക്കണം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെയാണ് നമ്മൾ ചോദിക്കാൻ പറ്റുന്ന എല്ലാം ചോദിക്കുന്നുണ്ട്. അതില് കേസുകാരനാണ് എന്നുള്ളതും അതിന് രാഷ്ട്രീയ സാഹചര്യം അടക്കം ചോദിച്ചത് ഞാനാണ്. പിന്നെ ഇന്നലത്തെ വാർത്തയുടെ കാര്യം, കേസുകാരന്റെ റൂമിൽ നിന്നാണ് ഇത് പിടിച്ചതെന്ന് ആദ്യം കാർഡടക്കിയത് ഞങ്ങളാണ്. കാർഡടക്കി ഞാൻ കാണിച്ചില്ല. 11 മണിയായപ്പോൾ ന്യൂസ് മലയാളം. നിങ്ങള് മാധ്യമങ്ങൾ മുഴുവൻ അങ്ങനെയാണ് എന്നും അങ്ങനെ കാര്യമില്ല. കാരണം നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. സതീശൻ കൈയോട് ചോദിച്ചപ്പോൾ കൈയോട് പേരെടുത്ത് സതീശൻ പറഞ്ഞിട്ടുണ്ടാവും. അതിന് പുറകെ ഞങ്ങൾ ചോദ്യങ്ങളുടെ പ്രശ്നം മാത്രമല്ല, ഞാനിവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞല്ലോ, ഏഷ്യാനെറ്റ്, 24, മാതൃഭൂമി, റിപ്പോർട്ടർ, മീഡിയ വൺ ഉൾപ്പെടെ എല്ലാവരും, ഞാൻ നിങ്ങളുടെ പേര് പ്രത്യേകം പറഞ്ഞിട്ടില്ല, പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ വിഷയം? ഇന്ന് രാവിലെ തൊട്ട് അറസ്റ്റിലാക്കപ്പെട്ട ഈ ഷാലിഖുമായി ബന്ധപ്പെട്ട് അയാൾ പൂർവ്വ വിദ്യാർത്ഥി എന്നല്ലാതെ അയാൾ KSUവിന്റെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നെന്നോ അയാൾ അവിടുത്തെ നേതാവായിരുന്നെന്നോ മെമ്പർഷിപ്പ് വാങ്ങുന്ന ഫോട്ടോ ആരാ കാണാത്തത്? മെമ്പർഷിപ്പ് കൊടുക്കുന്ന നേതാവ് നിസാരനായ നേതാവാ? നിങ്ങളാണല്ലോ ഇത് തുടങ്ങിയിട്ടത്. ഇപ്പൊ നിങ്ങൾ തന്നെ ഇതിന് ഉത്തരം പറയും. നിങ്ങളെ ചോദ്യത്തിന് എവിടെയാണ് VD സതീശന്റെ സഹിഷ്ണുതാ ബോധം? എവിടെയാണ്? നിങ്ങളിപ്പോ എന്നോട് ചോദിച്ചു, നിങ്ങളെ ചോദ്യം മുഴുവൻ ഞാൻ കേട്ടില്ലേ? എന്റെ സഹിഷ്ണുതയുടെ പകുതി അയാൾക്കുണ്ടോ? അദ്ദേഹത്തിനുണ്ടോ? എന്താണ് അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത്? SFIക്കെതിരെ എന്തും വിളിച്ചു പറയാന്നുള്ള പൊതുബോധ്യത്തിലാണ്. VD സതീശൻ കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളണം. SFIക്ക് സമരം ചെയ്യാൻ അറിയാം. പ്രതിപക്ഷ നേതാവും റോഡിലിറങ്ങി നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കെതിരെ കൃത്യമായി ഇത്തരം കള്ളം വിളിച്ചു പറയുമ്പോൾ ഞങ്ങളും അതിനുമായി ബന്ധപ്പെട്ട് അതിനെ അതേപോലെ തന്നെ തിരിച്ചടിക്കും. ഇങ്ങനെ കള്ളം വിളിച്ചു പറയാം. കേരളത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് ആരൊക്കെ ഇരുന്ന സ്ഥാനമാണത്? ആരൊക്കെ ഇരുന്നിട്ടുണ്ട്? എത്ര കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇരുന്നിട്ടുണ്ട്? എത്ര പച്ചക്കള്ളമാണ് വിളിച്ചു പറയുന്നത്? നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു, എന്നിട്ട് ചോദ്യത്തിന് ഉത്തരം കൃത്യമായി പറയുന്നില്ല. അതല്ലേ ചോദിച്ച ചോദ്യത്തിന് എന്താ ഉത്തരം? ചോദിക്കുന്നുണ്ട്, ചോദ്യത്തിന് പല ഉത്തരം എന്താ കൊടുക്കുന്നത്? നിങ്ങൾ അത് KSUക്കാരോട് ചോദിക്കണം. KSUക്കാരോട് ചോദിച്ചാൽ എന്താ ഉത്തരം? ഇതിൽ രാഷ്ട്രീയം കാണരുത്. അപ്പൊ എന്താ വിഷയം? രാഷ്ട്രീയം കണ്ട പ്രശ്നമാണെന്നേ. രാഷ്ട്രീയം കാണരുതെന്നും പറയുന്നു KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ്. പറഞ്ഞില്ലേ? പറഞ്ഞല്ലോ. നിങ്ങളോടും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതേ KSUവിന്റെ മുൻ നേതാവും ഇന്നത്തെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള VD സതീശൻ പറയുന്നു, ചോദിക്കുന്നുണ്ട്, KSUവിനോട് ചോദിച്ചാൽ മതി. KSUക്കാരെ കുറിച്ച്, SFIക്കാരെ കുറിച്ച് ഞാൻ എന്തും വിളിച്ചു പറയും. അതിന് നിങ്ങൾ പരാതി ഒന്നും പറയണ്ട. അങ്ങനെ വിളിച്ചു പറയാൻ പറ്റുന്ന സംഘടനയൊന്നുമല്ല SFI. നിങ്ങളുടെ കാര്യം അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ മാധ്യമങ്ങളുടെ പേരെടുത്ത് പറഞ്ഞത്. ഇന്ന് രാവിലെ തൊട്ട് ഒരിക്കലെങ്കിലും SFI ഇന്നലെ ഞങ്ങളുടെ പേര് ഉപയോഗിച്ചതുപോലെ ഒരു ഘട്ടമെങ്കിലും ഈ 2-2.5 കിലോവും അതിനെ തുടർന്നുള്ള ഇതിന്റെ മുഴുവൻ കണ്ണികളെയും പിടിക്കാൻ കഴിയുന്ന ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു വിവരം കേരളത്തിലെ മാധ്യമങ്ങൾ ജനങ്ങളുടെ സമക്ഷം നിങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ശക്തമായ വിയോജിപ്പ് ഞങ്ങൾക്കതുണ്ട്. കേരളത്തിലെ മുഴുവൻ ഇന്നത്തെ ദിനപത്രങ്ങളും നിങ്ങൾ നോക്കണം. മുഴുവൻ ദിനപത്രങ്ങളിലും എഴുതി വെച്ചിരിക്കുന്നത് SFI വിരുദ്ധ വാർത്ത. മുഴുവൻ കള്ളമാണ്. ആരും ചോദിക്കില്ല, പറയില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റ പ്രതിഷേധം ഞങ്ങൾക്ക് അതിലുണ്ട്. നിങ്ങൾ ന്യൂസ് മലയാളം കാര്യം മാത്രം ഞാൻ പറയില്ല. ഈ മരടനീഷിന്റെ കാര്യത്തിൽ എന്താ സ്ഥിതി? SFIയുടെ ഒരു യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു ഇങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു? അയാൾക്ക് ഇന്ന് ജീവനോടെ ഈ കേരളത്തിൽ ജീവിക്കാൻ പറ്റും. KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ഡീസോൺ കലോത്സവത്തിൽ ഒരാളെ തല്ലിക്കൊല്ലാനാക്കി പരിവമാക്കി 42 ദിവസം ജയിലിൽ കിടന്ന KSUവിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റിനെ മാലയിട്ട് സ്വീകരിച്ച് അവര് ജാഥക്കുട്ടി എറണാകുളം ജില്ലയിൽ മരടനീഷിന്റെ വക സ്വീകരണം. ആ സ്വീകരണത്തിൽ എന്തൊക്കെ വിളമ്പി? നിങ്ങളെന്താ അന്വേഷിക്കാൻ പോവാത്ത? ഡ്രോയിങ് റിപ്പോർട്ടറും ഇപ്പോ മാരത്തോണും എല്ലാം ഒക്കെ ഉണ്ടല്ലോ. അന്തെന്താ പോവാത്തത്? സാർ 1970 രൂപീകരിക്കപ്പെട്ടവരാണ്. ഞാൻ പറയട്ടെ. ഞാൻ നിങ്ങളോട് ഉത്തരം പറയുന്നത്. അതെ,
അതെ, ഞാൻ എൻ്റെ ഉത്തരം പറഞ്ഞോട്ടെ. 1970 രൂപീകരിക്കപ്പെട്ട തൊട്ട് ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട് ഓരോ ഘട്ടത്തിലും ക്യാമ്പസുകളിൽ കൃത്യമായി ഇടപെട്ട സംഘടനയാണ് SFI. കഴിഞ്ഞ വർഷമാണല്ലോ വയനാട് മേപ്പാടി കോളേജിൽ വെച്ച് അപർണ ഗൗരി എന്ന വിദ്യാർത്ഥിയെ ട്രാബിയോക്ക് എന്ന് പറയുന്ന ലഹരി മാഫിയ സംഘം, ഓർമ്മയില്ലേ നിങ്ങൾക്ക്, എന്തിനാ തല്ലിക്കൊല്ലാൻ പരുവത്തിലാക്കിയത്? SFI അതിന് ചോദ്യം ചെയ്തതിന്റെ ഭാഗമായിട്ടാണ്. കോട്ടയത്ത് അതേ സംഭവം ഉണ്ടായല്ലോ. SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ആക്രമിക്കാൻ ഇവർ തുനിഞ്ഞിറങ്ങി. ഞങ്ങൾ പ്രതിരോധിച്ചു. ലഹരി മാഫിയ സംഘത്തെ എല്ലാ കാലഘട്ടത്തിലും SFI പ്രതിരോധിച്ചു. അതുകൊണ്ട് 1970 പറഞ്ഞു തുടങ്ങി. നിങ്ങൾ പറയാൻ പൂർത്തീകരിക്കാൻ പറ്റണം. പൂർണ്ണമായും അതിനെ പ്രതിരോധിച്ച് തന്നെയാണ് മുന്നോട്ട് പോവുക. ഇനിയും പ്രതിരോധിക്കും. ഞങ്ങളിപ്പോൾ ഏറ്റവും അവസാനമായി കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലും അതിന്റെ ഭാഗമായി വിദ്യാർത്ഥികളും അധ്യാപകരും അതിനോടൊപ്പം തന്നെ പൊതുപ്രവർത്തകരും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് ലഹരി വിരുദ്ധ ശൃംഖലയും പ്രതിജ്ഞയും അതുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയാണ്. കോളേജുകളും സ്കൂളുകളും വേനലവധിക്ക് പൂട്ടാൻ വേണ്ടി പോകുമ്പോൾ മുഴുവൻ വിദ്യാർത്ഥികളെയും തിരികെ കളിക്കളത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി ലഹരിയാവാം കളിയിടങ്ങളോട് എന്ന മുദ്രാവാക്യവുമായി ലോക്കൽ തലത്തിൽ സ്റ്റുഡൻസ് ഒളിമ്പിക്സ് സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ഏറ്റെടുക്കുകയാണ്. ഇങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളിലും കൃത്യമായി ഉണ്ടാകും. ഇനി സാമൂഹ്യപരമായി ജാഗ്രതാപരമായി ഇവരെ ഏതറ്റം വരെയും എങ്ങനെയും നേരിടാനും SFI തയ്യാറാണ്. ഇല്ല, എന്റെ ശ്രദ്ധയിലേക്കില്ല. കൃത്യമായി പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ എതിരായി പ്രവർത്തിച്ചവർ തന്നെയാണ്. അവിടെ കളമശ്ശേരി പോളിയിലും അതേ നിലപാട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അല്ല, മനസ്സിലായി. പ്രിൻസിപ്പൽ റിപ്പോർട്ട് ചെയ്യുന്നതുമായി നിങ്ങളിപ്പോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ യൂണിയൻ ഭാരവാഹികൾ അറിയുന്നതും അറിയാത്തതുമായി ബന്ധപ്പെട്ടത്. ഇപ്പൊ അവിടുത്തെ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് അവിടെ നിൽക്കുന്ന പെരിയാർ എന്ന് പറയുന്ന ഹോസ്റ്റലിൽ അവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വിദ്യാർത്ഥികൾ അവിടെ സെക്രട്ടറിയെ തീരുമാനിക്കുന്നത് പോലും അത്തരത്തിലാണ്. അവിടെ അവരുടേതായിട്ടുള്ള നിയമാവലിയും അവരുടേതായ പ്രവർത്തനങ്ങളിലൂടെ പോകുന്ന ഒരു ഹോസ്റ്റലാണ്. ആ ഹോസ്റ്റലിൽ പോയി ഇന്നലെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇടിമുറിയും അതോടൊപ്പം തന്നെ SFIയുടെ അപ്രമാദിത്വമുള്ള ക്യാമ്പസിൽ നിന്നാണ്, ഹോസ്റ്റലിൽ നിന്നാണ്. അങ്ങനെയൊന്നല്ല ഹോസ്റ്റൽ, അങ്ങനെ ഒരു സംഭവമേ അല്ല ഹോസ്റ്റൽ. അല്ല, അതാ ഞാൻ പറയാം, ഈ ഹോസ്റ്റലിൽ നിന്നാണല്ലോ ഇത് സംഭവിച്ചത്. അത് ക്യാമ്പസും ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് ഞാൻ മറുപടി പറയട്ടെ. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ ഘട്ടത്തിലും ഈ സംഘങ്ങൾക്കൊക്കെ എതിരെ നിലപാടെടുത്തിട്ടുള്ള സംഘടനയാണ് SFI. അപ്പോൾ നിങ്ങളിപ്പോൾ പറയുന്ന ഈ നിലപാടെടുക്കുന്ന ഘട്ടത്തിലും ഈ പറഞ്ഞ ആളുകൾ ഒക്കെയാണ് ഇതിന്റെ ഹോൾസെയിൽ ഡീലർമാർ. അല്ല, അതാ പറഞ്ഞത്. ഈ ഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകുന്ന ഘട്ടത്തിലും ഒക്കെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇന്നലത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ വായിച്ചത്? അത് വായിക്കുമ്പോൾ നിങ്ങൾ അതുകൂടി കൂട്ടി വായിക്കണം. പ്രിൻസിപ്പളുടെ കത്ത് മാത്രമല്ല, അവിടുത്തെ യൂണിയന്റെ വിവരം കൂടി കിട്ടിയതിന്റെ ഭാഗമായാണ് നടപടിക്കൊരുങ്ങിയത് എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ റിപ്പോർട്ടുണ്ട്. അതുകൂടി നിങ്ങൾ വായിക്കണം. അപ്പോൾ അതിലൊക്കെ ഞങ്ങൾ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. അല്ല, നിങ്ങൾ പറയുമ്പോൾ എല്ലാം പറയണം. പറയണല്ലോ. ഏതാണ്? അല്ല, ഞങ്ങളിത് അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന ഘട്ടത്തിൽ ഞങ്ങൾ കൊടുത്തു. ഒരാളും പ്രസിദ്ധീകരിച്ചില്ല. റിപ്പോർട്ടറിന് കൊടുത്തു, മാതൃഭൂമിക്ക് കൊടുത്തു. ആരാണ് നിങ്ങൾ? അല്ല, അത് ഒറ്റ മിനിറ്റ്. ഈ വാർത്ത നിങ്ങൾ തന്നാലേ കൊടുക്കൂ. ഇന്നലെ രാവിലെ SFIക്കെതിരെ നിങ്ങൾ കൊടുക്കുമ്പോ ആരെങ്കിലും തന്നിട്ടാണോ കൊടുത്തത്? ആർഷോ ഈ വിഷയം ഫേസ്ബുക്കിലൂടെ തന്റെ കുറിപ്പിലൂടെ അറിയിച്ചപ്പോൾ അത് കൃത്യമായിട്ട് എല്ലാ മാധ്യമങ്ങളും കൃത്യമായി നിങ്ങളൊരു വിവരം നിങ്ങൾ അതെ അത് ഏത് മാധ്യമം കൊടുക്കാത്തത്? ഏഷ്യാനെറ്റ് റിപ്പോർട്ടറാണ്. ഇന്നത് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ. ആർഷോ ഇങ്ങനെ KSU പ്രവർത്തകർ എന്ന് പറഞ്ഞ് ആർഷോ KSU പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ മാത്രമേ അയാൾ KSU പ്രവർത്തകനാവുന്നുള്ളൂ. കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഈ പറഞ്ഞ മുഖ്യധാരാ മാധ്യമങ്ങൾക്കൊക്കെ കൊടുക്കേണ്ട രൂപത്തിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണേ നിങ്ങൾക്ക് ഇപ്പം വേണേ തരാം ഒരു കോപ്പി. അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തകരല്ലേ? അപ്പോൾ അങ്ങനെയാവുമ്പോൾ ഞങ്ങൾ വാർത്ത തന്നാലേ നിങ്ങൾ കൊടുക്കൂ എന്ന ടൂണിലല്ലേ നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതെ, വസ്തുതാപരമായ വിവരമാണല്ലോ ഇത്, അല്ലേ?
ഇന്നലെ രാവിലെ 8 മണി തൊട്ട് ഒരു കാര്യം കൂടി, ഇന്നലെ രാവിലെ 8 മണി തൊട്ട് ഈ നിമിഷം വരെയും നിങ്ങൾ ഞങ്ങളുടെ സംഘടനയുടെ പേര് ഉപയോഗിച്ചത് ആരെങ്കിലും വിവരം തന്നതിന്റെ അടിസ്ഥാനത്തിലാണോ? അല്ലാന്ന് ഞങ്ങൾ ഇതുവരെ എവിടെയും പറഞ്ഞോ? അല്ല, അതിലൊന്നും ഞങ്ങൾ വേറെ അഭിപ്രായം പറഞ്ഞല്ലോ. പ്രിൻസിപ്പൽ സാക്ഷ്യപ്പെടുത്തി. അപ്പൊ ഈ സാക്ഷ്യപ്പെടുത്തലൊക്കെയും അതെ, ഈ സാക്ഷ്യപ്പെടുത്തൽ അതെ, ഞാൻ സെക്രട്ടറി തന്നെയാണ്. അതെ അതെ അല്ല, അങ്ങനെയല്ലല്ലോ. ഇയാൾ അറസ്റ്റ് ചെയ്തിട്ട് എത്ര മണിക്ക് ഇയാൾ അറസ്റ്റ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്? അല്ല, അങ്ങനെയൊന്നും നിങ്ങൾ കൊടുത്തിട്ടില്ല. അങ്ങനെയൊന്നും നിങ്ങൾ വാദിക്കരുത്. ഈ അറസ്റ്റ് അല്ല, അങ്ങനെയൊന്നും കള്ളമൊന്നും പറയല്ലേ. നിങ്ങൾ മാധ്യമപ്രവർത്തകർ കള്ളം പറഞ്ഞു തുടങ്ങിയാൽ ഈ നാട്ടിൽ മുഴുവൻ കള്ളാണ് പറഞ്ഞത്. ഇല്ലില്ല, ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന അല്ലല്ല, വസ്തുത എന്നല്ല, നിങ്ങൾ പൂർണ്ണമായും കള്ളമാണ് പറയുന്നത്. ഇന്ന് രാവിലെ അല്ലല്ല, വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇന്ന് രാവിലെ അല്ലല്ല, ആന്നല്ല. ഇതിൽ കൃത്യമായി നിങ്ങളുടെ ക്രെഡിബിലിറ്റിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. എന്താ പ്രശ്നം? ഇന്ന് രാവിലെ ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടോട്ട് നിങ്ങൾ കൊടുത്ത വാർത്ത പൂർവ്വ വിദ്യാർത്ഥി അല്ലേ? പൂർവ്വ വിദ്യാർത്ഥി എന്നല്ല കൊടുത്തത്. ഇല്ല, പൂർവ്വ വിദ്യാർത്ഥിയാണ് പറഞ്ഞത്. ഇപ്പോ ഈ 10 മിനിറ്റ് മുമ്പ് ഞങ്ങളിത് കയറുന്നതിന് മുമ്പ് മുഴുവൻ വാർത്താ ചാനലുകളും നോക്കി. ഒറ്റ കാർഡിൽ പോലും KSU പ്രവർത്തകരെന്നോ KSUവിന്റെ മുൻ പ്രവർത്തകരെന്നോ ഇല്ല. 8 മണിക്ക് 7:30 പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ള വാർത്ത പുറത്തേക്ക് വിട്ടു. 8 മണി മുതൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ഈ ചിത്രങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ എവിടെയും കണ്ടില്ല. നിങ്ങൾ ഇതിന്റെ വസ്തുത തിരക്കിയില്ല. നിങ്ങൾ തിരക്കാതിരിക്കുന്നത് നിങ്ങളുടെ പ്രശ്നമല്ലേ? നിങ്ങൾ കണ്ടില്ല. സംസ്ഥാന ഭാരവാഹികളുടെയും മുൻ ഭാരവാഹിയും ഇപ്പോഴത്തെ ഭാരവാഹിയും അയാൾ പോസ്റ്ററിൽ ഞങ്ങൾ ഫേസ്ബുക്കിൽ എഴുതാൻ കാത്തുക്കാണോ നിങ്ങൾ കൊടുക്കാൻ? ഞങ്ങൾ എഴുതിയാലേ നിങ്ങൾ കൊടുക്കൂ. ഞങ്ങൾ എഴുതൊക്കെ അല്ല, അങ്ങനെ തന്നെയാണ് നിങ്ങൾ പറഞ്ഞത്. അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത്. ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് അല്ല, ഈ വിവരങ്ങൾ എന്താണ് രാഷ്ട്രീയം? അല്ല, അവരുടെ രാഷ്ട്രീയം എന്താണ്? അവരുടെ രാഷ്ട്രീയം എന്താണ്? നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ആവശ്യത്തിന് ക്യാമ്പസുകളിൽ വലിയ രീതിയിൽ ലഹരി വ്യാപിക്കുന്നുണ്ട്. അത് മുൻ വർഷങ്ങളെ പോലല്ല, ഭയാനകമായി. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ള ക്യാമ്പസിൽ ലഹരിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ആ ലഹരി കച്ചവടം നടന്നിട്ടില്ല. ആ കച്ചവടം നടന്നത് ഏതെങ്കിലും ഒരു സ്വകാര്യ കോളേജില്ല. പണ്ട് നിങ്ങൾക്ക് പറയാമായിരുന്നു, പിന്നെ വിദ്യാർത്ഥി സംഘടന പ്രവർത്തനം ഇല്ലാത്ത സ്വകാര്യ ക്യാമ്പസുകളിലൊക്കെയാണ് നടത്തുന്നത്. വിദ്യാർത്ഥി സംഘടന ഉണ്ടെങ്കിൽ ഇതൊക്കെ തടയുമെന്ന് പറയാമായിരുന്നു. പക്ഷേ വിദ്യാർത്ഥി സംഘടന ഉള്ള, വിദ്യാർത്ഥി യൂണിയനുള്ള ഒരു ക്യാമ്പസിലാണ് നടക്കുന്നത്. ഇതിനകത്ത് നിന്ന് ഒരു വിദ്യാർത്ഥി സംഘടനകൾക്ക് ഒറ്റുമാറാൻ പറ്റില്ല. ഒരു പ്രിൻസിപ്പൽ അറിയിപ്പോഴാണ് ഇതൊക്കെ പുറത്തു വരുന്നത്. നിങ്ങൾ പറയുന്നത് പിന്നെ ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അതിനു മുമ്പ് ഇത് ആരെയാണ് അറിയിക്കുന്നത്? അറിയിച്ചിട്ടില്ല. അങ്ങനെ അറിയിച്ചത് ഞങ്ങൾക്ക് വിവരമില്ല. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഇതിനകത്ത് നിങ്ങളെ തകർക്കാനോ അല്ലെങ്കിൽ നാട്ടിൽ അനുകൂലമായിട്ട് നിൽക്കാനോ ചോദ്യം ചോദിക്കാതിരിക്കാനോ ഒന്നും നമുക്ക് അങ്ങനൊരു നിലപാടേ നമുക്കില്ല. അതായത് നിങ്ങൾ മനസ്സിലാക്കും. ഈ കോളേജ് യൂണിയനും SFIയുടെ യൂണിറ്റ് കമ്മിറ്റിയും ഈ അധ്യയന വർഷം ആരംഭിച്ച ശേഷം വിവിധ ഘട്ടങ്ങളിൽ ആ ക്യാമ്പസിനകത്ത് ലഹരി മരുന്ന്, അത് തെരഞ്ഞെടുപ്പിന്റെ വേളയിലടക്കം വിദ്യാർത്ഥികൾക്ക് ലഹരി എത്തിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ള ആരോപണവും അതിനകത്ത് നമുക്കുള്ള പരാതിയും പ്രിൻസിപ്പളിന് നൽകിയിട്ടുണ്ട്. കൊടുത്തിട്ടില്ല എന്നുള്ളത് നിങ്ങളുടെ ബോധ്യമാണ്. നമ്മൾ ചെയ്തിട്ടുണ്ട്. ചെയ്യാതെ അല്ല ഈ ഘട്ടത്തിൽ. ഇന്നലെ ആ മഹസർ അവിടെ പോലീസ് എഴുതി തയ്യാറാക്കുമ്പോൾ അതിൽ ഒപ്പിട്ടത് SFIയുടെ യൂണിറ്റ് സെക്രട്ടറി പ്രസിഡന്റാണ്. SFIയുടെ യൂണിറ്റ് സെക്രട്ടറി പ്രസിഡന്റാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ എന്റെ ചോദ്യം ഡയറക്റ്റ് ആണ്. ഷാരിഖ് എന്ന ഇയാൾ രാവിലെ 8 മണിക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഈ പ്രസ് മീറ്റ് നടത്തുന്ന ഈ സമയം വരെയും SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയും ഇപ്പോഴത്തെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയുമായിട്ടുള്ള PM മാർഷോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടി വന്നു കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അതൊന്ന് വാർത്തയാക്കാൻ എന്ന ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലേക്ക് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ എത്തിയിരിക്കും. അല്ല നിങ്ങൾ അങ്ങനെ താമസിച്ചൊന്നല്ല സാർ. നിങ്ങൾ എന്നെ ന്യായീകരിക്കല്ലേ? പൂർവ്വകാല വിദ്യാർത്ഥി എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെ വാർത്ത കൊടുത്തത് 8 മണി തൊട്ട് ഇപ്പോ PM മാർഷോന്റെ പോസ്റ്റ്, ആ പോസ്റ്റ് ഒന്ന് എടുക്ക്. PM മാർഷോന്റെ പോസ്റ്റ് കൊടുത്ത ആ സമയം, ആ പോസ്റ്റ് ഞാൻ കൃത്യമായി കണ്ട് ഞാനത് സ്റ്റാറ്റസ് വെച്ചിട്ടാണ് വരുന്നത്. ആ PM മാർഷോ പോസ്റ്റ് ഇട്ടതിന് ആ സമയത്തെ നിങ്ങൾക്ക് അറിയുന്നുള്ളൂ ഇയാൾ KSU ആണ്. അതിനുശേഷവും നിങ്ങൾ വാർത്തയൊന്നും കൊടുത്തിട്ടില്ല.
PM മാർഷോ ഈ 8 മണിക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ടോട്ട് PM മാർഷോ പോസ്റ്റ് ഇടുന്നത് വരെയും അതിനുശേഷവും നിങ്ങൾ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇയാൾ പൂർവ്വകാല വിദ്യാർത്ഥി എന്നുള്ളതാണ്. അയാൾ KSUവിന്റെ മുൻ യൂണിറ്റ് സെക്രട്ടറി ആണെന്ന് ഒന്നും കൊടുക്കുന്നില്ല. 2 മണിക്കൂർ മുമ്പ് ആണ് PM മാർഷോ പോസ്റ്റ് ഇട്ടത്. ഇപ്പോൾ കൃത്യം 4:39. കൃത്യം പറഞ്ഞാൽ 2:39 അദ്ദേഹം പോസ്റ്റ് ഇട്ടത്. ഈ അറസ്റ്റ് നടന്നത് രാവിലെ 8 മണിക്ക്. 8 മണിയും 2 മണിയും തമ്മിലുള്ള ദൂരം എത്രയാണ്? എന്താണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് സംഭവിച്ചത്? നിങ്ങൾ അജണ്ട സെറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതല്ല, നിങ്ങളുടെ വൈകിച്ചയും നിങ്ങളുടെ അജണ്ടയുടെ ഭാഗമാണ് എന്നുള്ളത് കൃത്യമായി ഇവിടെ ബോധ്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ അന്വേഷിക്കേണ്ടി വന്നു. SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഞാനോ അല്ലെ പ്രസിഡന്റ് ആയിട്ടുള്ളവരോ ഇവരൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതും കാത്താണ് കേരളത്തിലെ മാധ്യമങ്ങൾ വിവരങ്ങൾ നൽകാൻ ഇരിക്കുന്നത് എന്ന തലത്തിലേക്ക് നിങ്ങൾ തന്നെ പറയുന്നിടത്ത് ഈ വാർത്താ മാധ്യമ ചർച്ചയിൽ നിന്നോ ഈ പറയുന്ന നിങ്ങളിൽ നിന്നോ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു നീതി ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ശരിയായ നിലപാട് നിങ്ങൾ ഉയർത്തിപ്പിടിക്കും എന്ന് ഞങ്ങൾക്ക് ഒരു ഘട്ടത്തിലും ഇനി വിശ്വാസം ഉണ്ടാവില്ല. ഇന്നലെ അവിടെ പ്രസിഡന്റ് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നുള്ള ഒരു സിംഗിൾ ക്ലൂവെങ്കിലും അദ്ദേഹം സംസാരിച്ചില്ലെന്ന് ചോദിക്കും. നമ്മൾ അവസാനം ചോദിച്ചു, ഇവിടെ ഒരു വാർഡനുണ്ട്, 2 വാർഡന്മാരുണ്ട്, അവർ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ ഞങ്ങളോട് തിരിച്ചു പറഞ്ഞ മറുപടി പ്രിൻസിപ്പാളിനോട് പോയി ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ അഭിരാജിനെ കൂട്ടിയിട്ട് പോവുകയാണ്. അവർ അഭിരാജ് സംസാരിക്കരുത്, പറയാനുള്ളത് വിക്ടിമൈസ് ചെയ്യുന്നത് അഭിരാജാണ്. അയാളെ കൊണ്ട് പറയാൻ സംസാരിക്കാതെ അതിൽ ഇൻവോൾവ് ആയ ആളെ കൊണ്ട് പറയാൻ സമ്മതിക്കാതെ അദ്ദേഹം തന്നെ ഇൻവോൾവ് ചെയ്ത് സംസാരിക്കുന്നത്. ഇത്രയും നിങ്ങൾ ഈ പറയുന്ന സമയം വരെയും കോളേജിന്റെ യൂണിയൻ ഭാരവാഹികൾ എന്നുള്ള നിലയിൽ യൂണിറ്റ് കമ്മിറ്റി എന്നുള്ള നിലയിലോ ഒരാളും മര്യാദയ്ക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങൾ കൺവിൻസ്ഡ് ആവുന്ന തരത്തിലുള്ള കമ്മിറ്റി നടത്തിയിട്ടില്ല. അത് നമ്മുടെ കയ്യിലെ ബൈറ്റുകളെല്ലാം ഉണ്ട്, നടത്തിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ആർഷയെ വിളിച്ചിട്ടാണ്, ഞാൻ പേഴ്സണലി വിളിച്ചിട്ടാണ് കൺഫേം ചെയ്തത് ഈ ആള് തന്നെയാണോ ജനറൽ സെക്രട്ടറി, അഭിരാജ് ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞു. നമ്മൾ കുറെ നേരം അത് ഹോൾഡ് ചെയ്ത് വെച്ചു. എല്ലാവരും അത് ഉറപ്പില്ല, ഞങ്ങൾക്ക് SFIയുടെ കാൻഡിഡേറ്റ് ആണെന്നോ ഇവിടുത്തെ ജനറൽ സെക്രട്ടറി അഭിരാജ് തന്നെയാണെന്നോ കേസിലുള്ളത് നമുക്ക് ഉറപ്പില്ല. അത് ഇത് ഉറപ്പാകുന്നവരെ നമ്മളത് ചെയ്തു വെച്ചു. അതിൽ കൂടുതലൊന്നും മര്യാദ നമുക്ക് കാണിക്കാനില്ല. അയാൾ അതിൽ പ്രതിയാണ്. SFIയുടെ പാനലിൽ നിന്ന് മത്സരിച്ചിട്ടില്ല, ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അയാൾ അതിൽ പ്രതിയാണ്. അതിപ്പോഴും അയാൾ പ്രതി തന്നെയാണ്. അത് മാറുന്നവരെ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം KSUവിന്റെ SFIയുടെ പ്രശ്നമൊന്നുമല്ല, 2 വിദ്യാർത്ഥികളാണ്. അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഇന്നലെ മുതൽ അത് തന്നെയാണ് പറയുന്നത്. ഞാൻ അവിടെ ത്രൂഔട്ട് റിപ്പോർട്ട് ചെയ്ത ആളാണ്. ആളുകൾ മാധ്യമ പ്രവർത്തകർ അങ്ങനെ തന്നെയാണ്. KSUവിന്റെ SFIയുടെ പ്രശ്നമല്ല, പക്ഷേ SFIയുടെ കാൻഡിഡേറ്റ് അത് ഉൾപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം. ഞാൻ ഇതിൽ പറയാം. ഇന്നലെ രാവിലെ 8 മണിക്ക് കോഴിക്കോടേക്കുള്ള യാത്രാ മധ്യയാണ് ആദ്യമായി ഒരു മാധ്യമ പ്രവർത്തകൻ ഇതിന്റെ വിശദീകരണവുമായി എന്നെ വിളിക്കുന്നത്. 24 ചാനലിലാണ്, ശ്രീകണ്ഠൻ നായരുടെ ഷോ ആണ്. അപ്പൊ അദ്ദേഹമാണ് എന്നോട് ആദ്യമായി ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്. ഈ ബ്രേക്ക് ചെയ്യുന്ന നിമിഷം തന്നെ ഞാൻ എൻ്റെ റെസ്പോൺസ് കൊടുത്തിട്ടുണ്ട്. കുറ്റവാളി ആരായാലും ശിക്ഷിക്കപ്പെടണം, ഇതായിരുന്നു. അതിനുശേഷം വന്ന വാർത്ത ഞാൻ പറയാം. SFIക്കാർ SFI എന്ന പേര് മാത്രമാണ് പിന്നീട് മണിക്കൂറുകൾ രാവിലെ 8 മണി തൊട്ട് ത്രൂ ഔട്ട് വൈകുന്നേരം വരെ ഉപയോഗിച്ചത്. ഞാൻ വെറുതെ പറയുന്നതല്ലോ. ഇവിടെ ഇരിക്കുന്ന പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ കാണണല്ലോ, കേരളത്തിലെ മുഖ്യധാര. ഇപ്പൊ മനോരമയുടെ ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ. ഇതാ പിടിച്ചത് 2 കിലോ, അവിടെ പേര് SFIയുടെ മാത്രം. ഇതാ മംഗളം 3 SFIക്കാർ അറസ്റ്റിൽ. 3 SFIക്കാർ അറസ്റ്റിൽ. ആരാണ് ഈ 3 SFIക്കാർ അറസ്റ്റിലായിട്ടുള്ളത്? മുഴുവൻ പത്രങ്ങളും നോക്കിയാൽ ഇന്ന് കാണാൻ കഴിയുന്നത് SFIയുടെ പേര് മാത്രമാണ്. ഇതിൽ കൃത്യമായി ഇതാ മാതൃഭൂമിയിലും സമാനമായ വാർത്ത. ഇതിലെവിടെയും എന്തില്ല? യഥാർത്ഥത്തിൽ പൂർണ്ണമായ വാർത്തയില്ല. പൂർണ്ണമായ വാർത്തയില്ലെന്ന് മാത്രമല്ല, ഇപ്പോ രണ്ടാമത് FIR ഇപ്പോ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒന്നാമത്തെ അറസ്റ്റ് ചെയ്തിപ്പോ ജയിലിൽ കിടക്കുന്ന ആകാശിന്റെ എക്സ്റ്റൻഷൻ FIR ആയിട്ട് കൂട്ടിയിരിക്കുന്ന ഷാലിക്കും ആഷിക്കും, ഇവരെ ഈ സമയം വരെയായിട്ടും ഇവരെ 3 പേരുടെയും രാഷ്ട്രീയത്തെ കുറിച്ച് ചർച്ചകൾ ഉണ്ടായില്ല. ഈ ചർച്ചകൾ തുടങ്ങി വെച്ചതാരാണ്? മാധ്യമങ്ങളും. അപ്പൊ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ തന്നെയാണ് ബ്രേക്ക് ചെയ്തത്. ആ തുടങ്ങി വെച്ച ചർച്ചയെ പിന്നീട് നിങ്ങൾ തുടർന്നു കൊണ്ടുപോയോ? ഇത് രാഷ്ട്രീയമല്ല, 2 വിദ്യാർത്ഥികളാണ്, ശരി തന്നെ, അതെ. എന്നാൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരും എന്താ ചെയ്തത്? മുഖ്യധാരാ മാധ്യമങ്ങൾ ഇപ്പോൾ നടത്തുന്ന ചർച്ച എന്താണ്? ഇപ്പൊ ഏറ്റവും അവസാനം ഈ പറഞ്ഞ ഷാലിക്കുമായി ബന്ധപ്പെട്ട് ഒരു വരി വാർത്ത കൊടുത്തില്ല. സഖാവ് PM മാർഷോന്റെ പോസ്റ്റിന് കാത്തിരിക്കുമായിരുന്നു. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു? ഞങ്ങൾ വിവരം തരണമായിരുന്നു അത്രേ. അപ്പൊ ഇത് കേട്ടിരുന്ന് ഞങ്ങൾ ഇതിനൊക്കെ ആ നിലയിൽ തന്നെ തലയാട്ടണം.
ആ നിലയിൽ തന്നെ ഇത് കണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇതിൽ കൃത്യമായി ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ SFIയെ ഇപ്പൊ വന്നല്ലോ, അതിന്റെ വാർത്ത വന്നല്ലോ. SFI മുഹമ്മദ് റിയാസ് പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞു ഇവിടെ ലഹരി ഇല്ലാതാക്കുക എന്നുള്ളതല്ല ഉദ്ദേശം, SFI ഇല്ലാതാക്കുക. SFIയുടെ വിശ്വാസ്യത, ക്രെഡിബിലിറ്റി, ഞങ്ങളുടെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അവർ വെറുതെ ഒരു ദിവസം വീടുകളിൽ നിന്ന് അനാഥത്വം ബാധിച്ച് ഏതെങ്കിലും ഘട്ടത്തിൽ SFI എന്ന വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ സോഷ്യലിസം എന്ന മാതൃകയ്ക്ക് വേണ്ടി നടന്നിറങ്ങാൻ മാത്രമല്ല, അവരുടെ മാതാപിതാക്കൾ കൂടി ഞങ്ങളുടെ സംഘടനയുടെ ഭാഗം. ആ മാതാപിതാക്കൾക്ക് ഉൾപ്പെടെയുള്ള വിശ്വാസ്യതയെ ഇല്ലാതാക്കണം. അത് ഇല്ലാതാക്കിയാൽ മാത്രമേ തിരികെ ക്യാമ്പസുകളിലേക്ക് ഈ ശക്തികൾക്ക് തിരികെ വരാൻ പറ്റൂ. അതുവഴി കേരളത്തിൽ ഉയർന്നു നിൽക്കുന്ന ഇടതുപക്ഷ ബോധ്യത്തെ ഇല്ലാതാക്കാൻ പറ്റും. എളുപ്പല്ലേ? രാഷ്ട്രീയ പദ്ധതിയല്ലേ? ആ രാഷ്ട്രീയ പദ്ധതിയുടെ തുടർച്ചയാണിത്. അല്ല, ഞങ്ങൾ പറയുന്നു അതിനെ തുറന്നെതിർത്തുകൊണ്ടല്ലേ. ഞങ്ങൾ ഇതുവരെ അതിനെ ന്യായീകരിച്ചോ? നിങ്ങൾ ഇപ്പൊ എന്താ പറയുന്നത്? ഞങ്ങൾ ഈ സമയം വരെ അതിനെ ന്യായീകരിച്ചില്ല. ഞങ്ങൾ ഇതുവരെ ന്യായീകരിച്ചില്ല. അതിന്റെ ഉത്തരവാദിത്തത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അതിനെ ചെറുത്തു തോൽപ്പിക്കും. ഒരറ്റത്ത് ഈ സംഘടനയുടെ പേര് വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നവരൊക്കെയും അത് ഏത് ഘട്ടത്തിലാണെങ്കിലും തിരിച്ചറിഞ്ഞ് അതിൽ ഇടപെട്ടിട്ടുണ്ട്. നിങ്ങൾ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റിനോട് ചോദിച്ചല്ലോ, KSUവിന്റെ പ്രവർത്തകൻ അതിൽ ഉൾപ്പെട്ടല്ലോ, എന്താ നിലപാട്? ഇപ്പൊ പറഞ്ഞു രാഷ്ട്രീയമില്ല ഇതിനകത്ത്. ആരുമാവട്ടെ ശിക്ഷിക്കപ്പെടും. നിങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൃത്യമായ നിലപാട് പറഞ്ഞു. ആ നിലപാടുണ്ടോ KSUവിന്? ആ നിലപാട് നിങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് ചോദിച്ചപ്പോൾ എന്താ നിങ്ങളോട് പറഞ്ഞത്? അല്ല, അതാ പറഞ്ഞ മറുപടിയില്ല. അല്ല, ചോദിക്കുന്നില്ല മാത്രല്ല, ആ ചോദ്യത്തിന് കനം പോരാമോ നിങ്ങൾ? അതോടെ അല്ല, ചോദ്യം ചോദിച്ച് അദ്ദേഹത്തിന്റെ ഒരു മറുപടിയിൽ നിങ്ങൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് നിങ്ങൾക്ക് പേടിയാണോ? ഈ പറഞ്ഞ കഞ്ചാവ് പിടിയിലായ റൂമിൽ ആണ് താമസിച്ചത് നിങ്ങൾ എങ്ങനെയാ അറിഞ്ഞത്? അത് ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടർ കൃത്യമായിട്ട് അയാളെ വിളിച്ച് നിങ്ങൾ ഏത് റൂമിലാണ് താമസിച്ചത് എന്നതടക്കം ചോദിക്കുന്നത് ഇന്നലത്തെ ന്യൂസ് ആറിൽ നിങ്ങൾക്ക് കാണാം. കൃത്യമായി നടന്നിട്ടുണ്ട്. നിങ്ങളൊന്നും ചോദിക്കുന്നില്ല. അതിലൊരു കാര്യം ഞാൻ പറയാം. ഇന്നലെ ഇതേപോലെ ഒരു മാധ്യമ ചർച്ചയിലിരിക്കുമ്പോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ ഉപാധ്യക്ഷൻ അബിൻ വർക്കി വളരെ മുഴുവൻ കോൺഫിഡൻസിൽ വിളിച്ചു പറഞ്ഞു, KSU ഉൾപ്പെട്ട ഒരാൾ പോലും അതിലില്ല. നിങ്ങളുടെ CPM സൈബർ നേതാക്കന്മാരോട് പറയൂ, അത് പുറത്തുവിടും. ഈ നിങ്ങൾ പറഞ്ഞ ആദിൽ എന്ന് പറയുന്ന ആളുടെ പ്രസ് മീറ്റ് ഉണ്ടല്ലോ, അയാൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈ പറഞ്ഞ ആകാശും, ഈ പറഞ്ഞ ശാലിക്കും, അനന്തുവും, ഈ പറഞ്ഞ ആഷിക്കും ഇവരൊക്കെ KSU ആണ് ഇല്ലേ? സാക്ഷ്യപ്പെടുത്തി. അപ്പോ പിന്നെന്താ പറഞ്ഞത്? പിന്നെ നിലപാടില്ല. ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ കൃത്യമായി അതിൽ എവിടെയാണ് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്? വിദ്യാർത്ഥി സംഘടന രണ്ട് സംഘടനയല്ല, വിദ്യാർത്ഥികളാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ എല്ലാ ക്രെഡിബിലിറ്റിയും തകർക്കാൻ ബോധപൂർവമായി അച്ചുനിരത്തി നിങ്ങളുടെ TRP റേറ്റിംഗിന് വേണ്ടി അതിനെ ഉപയോഗിച്ചു. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഞങ്ങളുടെ 3 അക്ഷരങ്ങളെ നിങ്ങൾ ഉപയോഗിച്ചു. അയാൾ ഇന്ന് യൂണിയന്റെ ഞാൻ പറയട്ടെ, മറുപടി പറയട്ടെ. ഞാൻ അതിലൊന്നും ഞാൻ നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞു. വാർത്ത അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, അത് പറഞ്ഞ സത്യമാണ്. അത് സത്യമാണ്. നിങ്ങൾ അത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിലൊന്നും വേറെ ഒരു അഭിപ്രായ വ്യത്യാസം എനിക്കില്ല. അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ആരാണ്? അല്ല, ഏതാണ് നിങ്ങളുടെ ഓരോരോ മാധ്യമത്തിന്റെ വിഷയം. ഞാനിപ്പോ നിങ്ങളോട് ഇവിടുത്തെ മാധ്യമങ്ങളുടെ മുഴുവൻ ഹെഡ്ലൈൻസും ഞാൻ ഇവിടെ പറഞ്ഞു. നിങ്ങൾ മാത്രമല്ല, ന്യൂസ് പേപ്പേഴ്സിന്റെ നിങ്ങളുടെ ഹെഡ്ലൈൻസ് ഞാൻ ഇവിടെ വരുമ്പോ ഇതുവരെ ന്യൂസ് മലയാളത്തിന്റെ മാത്രം കാര്യമല്ല ഞാൻ ഇവിടെ സംസാരിക്കുന്നത്, ന്യൂസ് 8ന്റെ ഞാൻ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ ചാനലുകളുടെ മുഴുവൻ കാര്യവും ഞാൻ പറഞ്ഞു. ഇതുവരെയായി അങ്ങനെ ഒരു പേര് ഉപയോഗിച്ചിട്ടില്ല. അയാൾ പൂർവ്വ വിദ്യാർത്ഥിയാണ് ഇപ്പോഴും. ആ കാര്യം പറയുമ്പോ നിങ്ങൾ എന്നോട് അത് അയാൾ ഇപ്പോഴും ഇയാളല്ലേ, ജനറൽ സെക്രട്ടറി അല്ലേ എന്ന് ചോദിച്ച് നിങ്ങൾ പ്രതിരോധിക്കുകയാണ്. നിങ്ങൾക്ക് എന്തിനാണ് ഈ ഗതികേട് വന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അല്ല, ഇപ്പോ ഇവിടെ പറഞ്ഞു അവിടെ നിരന്തരമായി ലഹരി ഉപയോഗിച്ച് ഇതിനെ പലപ്പോഴും തെരഞ്ഞെടുപ്പിന് ഉൾപ്പെടെ നേരിടാൻ ഇന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ പണ്ട് KSU ഒക്കെ ചെയ്യാറ് ബിരിയാണി വാങ്ങിത്തരാം,
ഭക്ഷണം വാങ്ങിത്തരാം, അല്ലെങ്കിൽ ഇന്ന് വാങ്ങിത്തരാം, നിങ്ങൾ വോട്ട് ചെയ്യണമെന്നാണ്. ഇന്നിപ്പോ അവരിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ നിലയിലാണ്. ഇപ്പോ KSUവിന്റെ ജില്ലാ പ്രസിഡന്റിന് മരട് അനീഷിനോട് ബന്ധം എന്തിന്റെ പേരിലായിരിക്കും? മരട് അനീഷ് എന്തായാലും സാമൂഹ്യ നന്മ പ്രവർത്തകനൊന്നുമല്ലല്ലോ. ഈ നാട്ടിലെ മുഖ്യമായിട്ടുള്ള ഏതെങ്കിലും നന്മ ചെയ്യാനുള്ള ആളുകളൊന്നുമല്ലല്ലോ, നന്മ ചെയ്ത ആളൊന്നുമല്ലല്ലോ. ഇയാളുടെ പശ്ചാത്തലം എല്ലാവർക്കും അറിയാലോ. ഇപ്പോൾ KSUവിന്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റിന് ഇയാളോട് ബന്ധമുണ്ടെങ്കിൽ ഇയാളുടെ എല്ലാവിധ സംവിധാനങ്ങളോടും ഈ KSUവിന് ബന്ധമുണ്ടെന്നല്ല അർത്ഥം. അതോടൊപ്പം തന്നെ KSUവിന്റെ ജാഥയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത വന്നു. അതിൽ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ ആ ജാഥയിൽ പങ്കെടുക്കുന്നില്ല. എന്താ പങ്കെടുക്കാത്തത്? അതിന്റെ പച്ച മലയാളം ഇവർക്ക് ഇതുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്നല്ലേ? അപ്പോ യൂണിയൻ എന്ന് പറയുന്നത് അവിടുത്തെ കോളേജ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത യൂണിയൻ പിരിച്ചുവിടേണ്ടോ മറ്റു കാര്യമോ തീരുമാനിക്കേണ്ടത് അവരാണ്. അയാൾ ഇന്ന് SFIയുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ സംവിധാനങ്ങളിലും ഇല്ല, ഒരു ഭാഗത്തിലും ഇല്ല. ഇല്ല, അത് അടയാളപ്പെടുത്താം നിങ്ങൾക്ക്.